ഇന്നത്തെ നോമ്പിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പൊ ഇന്നിപ്പോ ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഷവർമ ബോക്സ് ആണ്, പിന്നെ അതുപോലെ വത്തക്ക ജ്യൂസാണ് വിചാരിച്ചിട്ടുള്ളത്, പിന്നെ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ. അപ്പൊ നമുക്ക് ആദ്യം ഷവർമ ബോക്സ് ഉണ്ടല്ലോ, അത് ഉണ്ടാക്കാനുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അപ്പൊ അതിന് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യണം. പിന്നെ നമ്മള് ഫ്രൈഡ് റൈസിനും വെജിറ്റബിൾസ് വേണം അല്ലെ. അപ്പൊ ഓരോന്ന് ഇങ്ങനെ ചെയ്ത് തുടങ്ങാം അല്ലെ. അപ്പൊ ഞാൻ ഉപ്പ് ഇട്ട് കുറച്ച് ചിക്കന് വേവിച്ചിട്ട് പിച്ചിട്ടിരിക്കണം കേട്ടോ. അപ്പൊ അതിലേക്ക് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ക്യാബേജും ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് മയോണൈസ് ആണ് കേട്ടോ. മയോണൈസ് ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു മുട്ടയും കൊണ്ടാണ് കേട്ടോ മയോണൈസ് ഉണ്ടാക്കിയത്. പിന്നെ നാടൻ രീതിയിലുള്ള ഷവർമ ഫില്ലിങ്സ് ആണ് ഉണ്ടാക്കുന്നത്. കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, 1 ടേബിൾ സ്പൂണ്. ഇനി നമ്മൾ വെജിറ്റബിൾസിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ മയോണൈസ് വേണമെങ്കിൽ നമുക്ക് ഇനിയും ചേർക്കാം കേട്ടോ. നല്ല ക്രീമി പരുവത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മിക്സ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് പിന്നെയും ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി വത്തക്ക കട്ട് ചെയ്യാണ് കേട്ടോ. ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് അയ്യോ കളറില്ലാത്ത വത്തക്കയാണ് കേട്ടോ. പണി കിട്ടിയില്ലേ. അല്ല അങ്ങനെ വത്തക്കന്റെ കുരുക്കെ കളഞ്ഞു കേട്ടോ. ഒരു ട്രിപ്പ് അടിച്ചു, രണ്ടാമത്തെ ട്രിപ്പ് ഇതിലാക്കിയിട്ടുണ്ട്. ഇത് പിന്നെ വലിയ കളറൊന്നും ഇല്ലാത്ത വത്തക്ക ആയതുകൊണ്ട് തിന്നാൻ പറ്റൂല. അല്ലെങ്കിൽ വത്തക്ക തിന്നാൻ വലിയ രസമല്ല അല്ലെ. ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാനാണ് രസം. കിടക്കോളം കുടിക്കാതെ ക്ഷീണം മാറാൻ നല്ലതാണ്. അപ്പം ഇതൊന്ന് അടിച്ചെടുക്കട്ടെ. ഞാൻ എന്താവത് ആദ്യം വത്തക്ക ജ്യൂസ് അടിച്ചാന്ന് വെച്ചാല് അപ്പുറത്ത് പണിക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്നുള്ള സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആദ്യം കഴിച്ചിട്ടേ 5 മണിയായാലും പോവുമല്ലോ. 5 മണിയാകുമ്പോൾ പോവും. അപ്പൊ അതുവരെ ഇങ്ങനത്തെ പണിയൊക്കെ കഴിച്ചിട്ടേ ഉള്ളൂ. അതാണ്. അപ്പൊ നമുക്ക് ഇത് ജ്യൂസ് അടിക്കാം കേട്ടോ. അപ്പൊ ആദ്യത്തെ ട്രിപ്പിൽ ഞാൻ പഞ്ചസാര ഇട്ടില്ല കേട്ടോ. അപ്പൊ 2ലേക്കും കൂടി ഉള്ള പഞ്ചസാര ഇടുകയാണ്. ഇത് അടിച്ചു കഴിഞ്ഞിട്ടാണ് അവിടെ ക്ലീൻ ചെയ്യാൻ അത് വിചാരിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ ജ്യൂസിന്റെ പരിപാടി കഴിഞ്ഞു അല്ലേ. ഇത് ഫ്രിഡ്ജിക്ക് എടുത്തേക്കട്ടെ കേട്ടോ. അപ്പുറത്ത് പണിക്കാർ തട്ടുമുട്ടുണ്ടാക്കുന്നുണ്ട്, ഇപ്പുറത്ത് ഋഷു ഗെയിം കളിക്കണതിന്റെ സൗണ്ട് കേട്ടോ. എന്താണെങ്കിലും ഞാനിപ്പോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കട്ടെ. അതിൻ്റെ അതിനുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെതായ ഒരു സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ആണ്. അതിൽ കുറേ ചേരുവകളൊന്നും വേണ്ട, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റുമാണ്. ഞാൻ വെളുത്തുള്ളി ഇഞ്ചി അതൊന്നും ഉപയോഗിക്കൂല കേട്ടോ. വെറും ക്യാരറ്റ് ക്യാബേജ് ക്യാപ്സിക്കം പിന്നെ മുട്ട ചിക്കൻ ഇത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൈഡ് റൈസ് ആണ്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ വലിയൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് വെച്ച് കൊടുത്തത്. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. വേറെ ഒന്നും ഇട്ട് കൊടുക്കണ്ട. സാധാരണ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ സവാള സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. അതിൻ്റെ വെള്ള ഭാഗം അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. വെജിറ്റബിൾസ് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കം ഉള്ളതുകൊണ്ട് ഞാൻ അത് ചേർത്തുന്നുള്ളൂ കേട്ടോ. അത് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവില്ലേ, ക്യാരറ്റും ക്യാബേജും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതാ ഉണ്ടാവുക ബീൻസ്, അതാണെങ്കിൽ അതും മതി കേട്ടോ. അല്ലാതെ ഇപ്പോൾ കുറേ സെലറി അതുപോലെ സ്പ്രിംഗ് ഒനിയനും വേണമെന്നൊന്നുമില്ല. അതല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ മുട്ടയും ചിക്കനും ചേർക്കണം കേട്ടോ, അപ്പോഴാണ് രസം. അപ്പോൾ ഇതൊന്ന് വഴറ്റട്ടെ. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റുക. ഇനി നമുക്ക് ഇതിൽ തന്നെ മുട്ട ചിക്കി എടുക്കാം കേട്ടോ. 3 മുട്ടയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. മുട്ട ഒന്ന് കുക്കാവുന്ന വരെ ഇളക്കണ്ട കേട്ടോ. മുട്ട കുക്കായതിന് ശേഷം മാത്രം ഇളക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ മുട്ട കാണാണ്ടാവില്ല, പൊടി ആയിട്ട് പോവും. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇങ്ങനെ ഒന്ന് ചിക്കി കൊടുക്കാം കേട്ടോ. ഈ കടായി ആദ്യമൊന്നും അടി പിടിച്ചില്ല കേട്ടോ. അപ്പം അടി പിടിക്കലെടുത്തിരിക്കണേ. ഇത് ഞാൻ നെഹാ ഫുഡ് സ്റ്റോറി തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് വാങ്ങിയൊരു കടായി കേട്ടോ, ബിരിയാണിയൊക്കെ വെക്കാൻ. മുട്ട ചിക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് ആയിട്ട് മിക്സ് ചെയ്യാം. ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിത് ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച ചിക്കനാണ് കേട്ടോ. എല്ലില്ലാത്ത ചിക്കന് വേവിച്ചിട്ട് സ്നാക്കിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പിച്ചെടുത്തതാണ്. ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ഞാൻ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ ചേർത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ സോസും അതുപോലെ 1 ടേബിൾ സ്പൂൺ മതി കേട്ടോ.
പിന്നെ മുട്ടയ്ക്ക് നമ്മൾ കുരുമുളക് പൊടി ഇട്ടു. ഇനി എല്ലാത്തിലേക്കും ആവശ്യത്തിനായിട്ട് ഒരു 1/2 ടീസ്പൂണും കൂടി കുരുമുളക് പൊടി ഇട്ടിക്കണേ. ഇനി നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്യുക. പിന്നെ ഞാനിതിലേക്ക് ഇടാനുള്ള ചോറുണ്ട്, ബസ്മതി റൈസ് 1 മണിക്കൂർ കുതിർത്തതിന് ശേഷം വേവിച്ചിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള റൈസ് വേണം ഫ്രൈഡ് റൈസിലേക്ക് ഉണ്ടാക്കുമ്പോൾ എടുക്കാൻ. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമല്ലോ. ഇനിയിപ്പോൾ ചോറ് ഇതിലിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പം എന്താണെന്ന് വെച്ചാൽ പൊട്ടിപ്പോവും, അതാണ് പ്രശ്നം. അപ്പോൾ കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഏകദേശം 2 കപ്പിൻ്റെ അടുത്ത് ബസ്മതി റൈസ് വേവിച്ചിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ തണുത്തിട്ടാണ് ഇപ്പോൾ ഇതിരിക്കണേ. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക. എളുപ്പമാണ് ഉണ്ടാക്കാൻ. ചോറ് ആദ്യം തന്നെ വേവിച്ചിട്ട് ഫ്രിഡ്ജിലാണ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അല്ല കുറേ ചേരുവകളൊന്നും ചേർക്കണം എന്നില്ല. ചിക്കനൊക്കെ വാങ്ങുമ്പോൾ ഈ എല്ലില്ലാത്തൊരു 3-4 പീസ് ചിക്കനൊന്ന് മാറ്റി വെച്ചാൽ മതി. എന്നാൽ അതുപോലെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ തണുത്ത ചോറല്ലേ ചേർത്തത്, ചൂടാകുന്ന വരെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ കുടഞ്ഞെടുത്താലും മതി കേട്ടോ. നമ്മൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മാറ്റി വെക്കാം. സാൻഡ്വിച്ചിന്റെ ബ്രെഡാണ് കേട്ടോ. ബ്രെഡ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഇക്ക കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാം. ഞാൻ നേരത്തെ ബ്രെഡ് ബോക്സ് എന്നാ പറഞ്ഞത് അല്ലേ, ബ്രെഡ് പോക്കറ്റ് ആണ് കേട്ടോ. അപ്പോൾ 2 ബ്രെഡ് ഒരുപോലെ വെക്കുക. വലിയ ബ്രെഡ്, നല്ല ബ്രെഡ് കിട്ടിയാലോ കേട്ടോ നമുക്കിതുപോലെ പോക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുക. ഇനി ഇത് വെച്ചിട്ട് 2 ബ്രെഡ് വെച്ചിട്ടാണ് നല്ല പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ചെറിയ ബ്രെഡ് കൊണ്ടൊന്നും പറ്റൂല കേട്ടോ. അതുപോലെ ചില ബ്രെഡ് ഉണ്ട് പൊടിഞ്ഞു പോകും, അതും പറ്റൂല. അപ്പം ഇത് പറ്റും തോന്നുന്നുണ്ട്. അപ്പം ഈ ബാക്കി ഭാഗം നമുക്ക് പൊടിച്ചെടുത്തിട്ട് വേറെ ആവശ്യമുണ്ട് കേട്ടോ. ഈ സ്നാക്കിന് തന്നെ ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ ഇട്ടും. അപ്പോൾ ഒരു പാക്കറ്റ് കൊണ്ട് ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് പൊടിച്ചെടുക്കണം. നമുക്ക് ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് പൊടിച്ചു കേട്ടോ. ഒന്നിച്ചിട്ടാൽ ചിലപ്പോൾ പൊടിഞ്ഞിട്ടൂല. അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി 2 മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് മുക്കി പൊരിക്കാനാണ് കേട്ടോ. ചിലപ്പോൾ 2 മുട്ടയൊന്നും തികയില്ല കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് 2 മുട്ട എടുത്തിക്കണ്. ഇനി ഇത് ആദ്യം മുട്ടയിലൊന്ന് മുക്കിയെടുക്കുക. ഈ സൈഡ് നല്ലോണം മുക്കണം കേട്ടോ, എന്നാലാണ് നമുക്ക് ഇത് ഒട്ടി നിൽക്കുള്ളൂ. ഇനി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് എണ്ണയിലിട്ട് പൊരിച്ചാൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ പൊരിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ എണ്ണ കുടിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഫ്രൈഡ് റൈസ്ക്ക് ചിക്കൻ പൊരിക്കാന്ന് വിചാരിച്ചിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി അത് പൊരിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മളെ ബ്രെഡ് പൊരിച്ചിട്ട് ആ എണ്ണയിൽ തന്നെ ഇട്ടത് പൊരിക്കാന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് ചിക്കനേ ഉള്ളൂ, നമ്മൾ കുറച്ച് ഫ്രൈഡ് റൈസ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചട്ടി മാറ്റിട്ടോ ചിക്കൻ പൊരിക്കാൻ. അതിൽ ബ്രെഡിൻ്റെ പൊടി കരിഞ്ഞങ്ങോട്ട് പൊടിച്ചിക്കണ്. അപ്പം നമുക്ക് ഇനി ഇതിൽ പൊരിക്കാം. അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഇതിനെ വേഗം കുക്കായിക്കോളും. അപ്പോൾ നമ്മൾ ബ്രെഡ് പോക്കറ്റ് നമുക്ക് 2 പീസായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോഴല്ലേ പോക്കറ്റ് ആവുക. കണ്ടോ, ഇനി നമ്മൾ ഇതിൽ നമ്മളെ ഫില്ലിങ്സ് നടക്കും കേട്ടോ. അത്യാവശ്യം കൂടുതൽ ഫില്ലിങ്സ് നടക്കണം കേട്ടോ. അപ്പോഴാണ് ഈ സ്നാക്ക് തിന്നാൻ രസം ഉണ്ടാവുക. ഇതിപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ആയി കേട്ടോ. കുഞ്ഞിപ്പൂപ്പിയാണ് കേട്ടോ നാരങ്ങൾ അടക്കണത്. ആ ഋഷു പഞ്ചസാര കരിയിച്ചു തന്നു കേട്ടോ. ഒരു സാറാണല്ലേ. ഇന്നലത്തെ കുറച്ച് മുന്തിരി ജ്യൂസ് ഉണ്ട് കേട്ടോ. അപ്പൊ അത് നിക്കണം ഒഴിക്കുക. അപ്പൊ എന്തായി നമ്മളെ തട്ടിക്കൂട്ട് ജ്യൂസ് റെഡി. അല്ല എന്താ മുന്തിരി നാരങ്ങ വെള്ളം റെഡിയായി.
ഉണ്ട് ഉമ്മാക്ക് നല്ല എൻജോയ് ചെയ്തൊരു പണിയെടുക്കാല്ലേ അവിടുന്ന് പാട്ടൊക്കെ കേട്ടുങ്ങ പാട്ടല്ല അപ്പൊ തട്ടുമുട്ടണിന്റെ പാട്ട് ഓലെ ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്യണ്ട ഓല് നോമ്പ് കേട്ട് കുത്തിരിക്കുന്നു ബിരിയാണി എനിക്ക് ശരിക്കും ശല്യം പണിയെടുക്കാനോ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ശരിക്ക് ഓരോ തട്ടുമുട്ടോ സംസാരം പപ്പ വന്നിട്ടില്ല അല്ലെ പപ്പ ഇതുവരെ വന്നിട്ടില്ല ഇന്നലെ നേരത്തെ വന്നാൽ എങ്ങനെയാ ഇന്നല്ലെങ്കിൽ നേരത്തെ വരും അല്ലെങ്കിൽ വൈകി വരും അതൊക്കെയാണ് നമ്മളെ പപ്പന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പപ്പല്ലേ എന്താപ്പോ വൈകി വരും നേരത്തെ വരും അതൊന്നും അറിയാത്ത ചിലപ്പോ പപ്പക്കില്ലേ എന്താപ്പോ നല്ല പണി ഉണ്ടാവും ഷവർമ ബ്രെഡ് പോക്കറ്റ് എത്ര അന്നല്ലെങ്കിൽ അമ്മ ഷവർമ ബോൾ ഉണ്ടാക്കും അല്ലെങ്കിൽ പോക്കറ്റ് ഉണ്ടാക്കും എന്തായാലും ഷവർമ അല്ലത് ഉമ്മ കഴിഞ്ഞ നോമ്പ് ഒരു വട്ടം ഉണ്ടാക്കും എല്ലാ നോമ്പിനും ഒരു പ്രാവശ്യം ഉണ്ടാക്കും സംഭവം രസമാണ് പക്ഷെ ഉണ്ടാക്കാൻ ഭയങ്കര ഗതിയാണ് നല്ല ടേസ്റ്റ് അത് മതി അത് മതി എന്നും പറയുന്ന പോലെ തന്നെ നാരങ്ങളും കുടിക്കുമ്പോഴാണ് ആ ക്ഷീണം ഒന്നും അങ്ങോട്ട് പോണത് അല്ലേ സംഭവം ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബ്രെഡ് ഇങ്ങനെ പൊരിക്കണം അല്ലേ പക്ഷെ രസമാണ് ഞാൻ ഒരു കൊല്ലത്തിൽ ഒരു വട്ടം ഉണ്ടാക്കുള്ളൂ കേട്ടോ പിന്നെ ഈസുള്ള സ്നാക്ക് ഉണ്ടാക്കുക നമുക്ക് തിന്നാൻ രസം മാത്രം നോക്കിയാൽ പോലെ ഉണ്ടാക്കാൻ എളുപ്പം നോക്കണ്ടേ പിന്നെ ബ്രെഡൊക്കെ പൊരിക്കുക കുറെ മുട്ടയിലൊന്നും മുക്കുക അതൊക്കെ ബുദ്ധിമുട്ടാണ് ഞാൻ ആദ്യമേ നോമ്പ് തുറക്കുമ്പോൾ അങ്ങനെ സ്നാക്സ് ഒന്നും വല്ലാതെ തിന്നില്ല കേട്ടോ അവർക്ക് നിർബന്ധമാണ് മോളൂനിക്കാക്കും അങ്ങനെ ഉണ്ടാക്കും കഴിഞ്ഞ വർഷം വരെയൊക്കെ എന്നും നെഹാഫുഡ് സ്റ്റോറീസ് സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ വീഡിയോ ഒന്നും എടുക്കണ്ടല്ലോ എന്നൊന്നും ഉണ്ടാക്കണ്ടല്ലോ വിചാരിച്ചിട്ട് പക്ഷെ ഇപ്പൊ എന്നും എനിക്കാണ് സ്നാക്ക് വേണ്ടത് എന്തെങ്കിലും ഒരു ഐറ്റം രസമുള്ളത് വേണം കേട്ടോ എന്തെങ്കിലും ഒരു ഐറ്റം സ്നാക്ക് ഇപ്പൊ വേണമെന്ന് നിർബന്ധം ആദ്യമായിട്ടാണ് മറ്റേത് എനിക്ക് സ്നാക്ക് പറ്റൂലേ തോനെയൊന്നും വേണ്ട കേട്ടോ 1-2 മതി ഇപ്പൊ കട്ലറ്റ് ഒക്കെ ആണെങ്കിൽ പക്ഷെ ഇപ്പൊ വേണം നയിക്കണം നല്ലതല്ല എന്താണെങ്കിലും പപ്പ എപ്പോഴും വന്നിട്ടില്ല ഞാനും നിസ്കരിച്ചൊക്കെ കഴിക്കില്ലേ ഇത് തിന്നാ മതി ഇതിലെന്താ അറിയാം മയോണൈസ് പറയണേ ഫ്രൈഡ് റൈസ് മയോണൈസ് കൂട്ടൂല നിങ്ങൾ മയോണൈസ് കൂട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം അന്ന് ദിവസേ എന്തോ ഒരു മന്തിക്ക് അച്ചാർ ഞാൻ കൂട്ടിട്ട് ഞാൻ അപമാനിച്ചു ഒരു കമന്റ് നോക്കുമ്പോ എല്ലാരും അച്ചാർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതേമാതിരി നിങ്ങൾ വരെ ഉപയോഗിച്ചു കമന്റ് ചെയ്തിട്ട് ഞങ്ങളൊക്കെ ഫ്രൈഡ് റൈസ് ടൊമാറ്റോ സോസും ചില്ലി സോസും ഒക്കെയാണ് ചേർക്കുന്നത് ആരാണ് ഈ ഞങ്ങള് സാധാരണ കോമൺ പീപ്പിൾ ആർ യൂസ്ഡ് ടു മിക്സ് ദ ടൊമാറ്റോ സോസ് ആൻഡ് ചില്ലി സോസ് ഫ്രൈഡ് റൈസ് രസം ഉണ്ടാവില്ല പിന്നെ ഇഷ്ടം മന്ദിരകാളിലും സെക്കൻഡറി ഫ്രൈഡ് റൈസാണ് പ്രൈമറി ബിരിയാണിയാണ് സെക്കൻഡറി ഫ്രൈഡ് റൈസ് എന്താ പിന്നെ മഴക്കോ ക്ഷീണോ ഒന്നും ഉണ്ടാവില്ല പിന്നെ ദാഹം ഉണ്ടാവും പിന്നെ ഹെൽത്തിയാണ് ചിക്കനും മുട്ടയും വെജിറ്റബിൾസും പക്ഷെ മയോണൈസ് ചേർത്ത് തിന്നിട്ട് കാര്യമില്ല രസം ഉണ്ടാകാൻ എന്നിട്ട് മന്തി തിന്നണ പോലെയൊക്കെ ഞാന് അത്ര വലിയൊരു മയോണൈസ് പ്രേമി അല്ലാത്തോണ്ട് എനിക്കെന്തോ തോന്നുന്നു ഞാൻ എപ്പോഴല്ല ഞാൻ ഈ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴാ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണല്ലേ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടാവുക അറിയാം ഒരു ഇഫ്താർ വ്ളോഗ് തന്നെയാവും അപ്പൊ നമ്മളെ ഈ ഇഫ്താർ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ ഞാൻ വേറൊരു അടിപൊളി ഇഫ്താർ വീഡിയോ നമ്മൾ വരും അതിന് മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക മെയിനായിട്ട് എന്താ കമന്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ നിങ്ങൾ ഫ്രൈഡ് റൈസ്ക്ക് ഇത് ഉപയോഗിച്ചിട്ടുണ്ടോന്ന് കേട്ടോ അപ്പൊ മറ്റൊരു കിടിലം വീഡിയോ നമുക്ക് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും